ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനിക്കയിൽ വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട ഡോറിയ സാരീസാണ്. പ്യുവർ കോട്ട ഡോറിയ സാരീസാണ്, ഹാൻഡ് മെയ്ഡ് സാരീസാണ് കേട്ടോ. ഇന്ന് കോട്ട ഡോറിയ മാത്രമല്ല, കുറച്ച് സിൽക്ക് കോട്ടൺ സാരീസിൻ്റെയും ഒരു 2-3 കളർ വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 2 ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ തുടങ്ങാം. ഇന്നലെ നമ്മളൊരു 7 മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 7 മണിക്കാണ് ഇടണമെന്ന് വിചാരിക്കണത്. ഇനി എന്തെങ്കിലും ഒരു നെറ്റ്വർക്ക് ഇഷ്യൂസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് കുറച്ച് ലേറ്റ് ആവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മാക്സിമം 7 മണിക്ക് തന്നെ വീഡിയോ ഇടാൻ നോക്കാം. അപ്പോൾ എല്ലാവരും ആ ടൈമിൽ നിങ്ങൾക്ക് വീഡിയോ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ ഒന്ന് വൈകിട്ടൊന്ന് കയറി യൂട്യൂബിൽ ലേറ്റസ്റ്റ് നൈനിക ഫാഷൻ ലേറ്റസ്റ്റ് വീഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ കാണാൻ പറ്റും. പിന്നെ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ സാരീസായിട്ട് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് സാരി വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് യെല്ലോ ആണ്. ഇതധികം പീസ് വന്നിട്ടില്ല കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് സാരി ഇങ്ങനെയാണ് വരുന്നത്. നമ്പർ 1 ആണ്. ഇത് കുറേ വട്ടം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നെ ആദ്യം തന്നെ പറയാനുള്ളത്, ഈ സാരി ഭയങ്കര കണ്ടോ സ്റ്റാർച്ച് ഇല്ലാതെ വരുന്നത്. ഇത്രയേ ഉള്ളൂ സാരി കേട്ടോ. കണ്ടോ, അത്രയും ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിളാണ്. നിങ്ങൾക്കിത് സ്റ്റാർച്ച് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഈ മെറ്റീരിയലിനെ പറ്റി അറിഞ്ഞ് തന്നെ പർച്ചേസ് ചെയ്യുക. കാരണം ഇതിനെപ്പറ്റി അറിയാത്തവർ പർച്ചേസ് ചെയ്താൽ ഇതിൻ്റെ മെറ്റീരിയൽ അങ്ങനെയാണ്. ഹാൻഡ് മെയ്ഡ് സാരി ആയതുകൊണ്ട് തന്നെ കണ്ടോ ഭയങ്കര തിൻ ആൻഡ് സോഫ്റ്റാണ്. അതങ്ങനെയാണ് ഒരു ഫാബ്രിക്. ഓരോ ഫാബ്രിക്കിനും ഓരോ സ്വഭാവമുണ്ട്. അപ്പോൾ അതേപോലെ ആ ഫാബ്രിക് ഉണ്ടാവുള്ളൂ, അല്ലാതെ ഒരു ഫാബ്രിക് മോശമായിട്ടുള്ളതല്ല കേട്ടോ. ഇത് പ്യുവർ കോട്ട ഡോറിയ സാരീസാണ്. എന്തായാലും നിഴലടിക്കും കേട്ടോ. ഇതേപോലെ സീ ത്രൂ ആയിരിക്കും. അപ്പോൾ എല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ സാരി വരിക. ഇപ്പം ഞാൻ ഇത് ഡബിൾ ലെയറിലാണ് ഇട്ടിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു ജെറി ബോർഡർ, കുഞ്ഞ് ജെറി ബോർഡർ ഇങ്ങനെ ബോഡിയിൽ വരും. അത് ഓരോ കളറിനനുസരിച്ച് ആ ജെറിയുടെ കളറും ഡിഫറെൻ്റ് ആയിരിക്കും. ഇന്ന് ഇങ്ങനത്തെ ഒരു ബ്രോഡായിട്ടുള്ള ബോർഡറാണ് വരുന്നത്. അതിലിതാ ഇങ്ങനത്തെ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ കുറച്ച് നാളായിട്ട് കോട്ട ഡോറിയ നമ്മൾ വീഡിയോ ഇടാതെ ഇരിക്കുകയായിരുന്നു. കാരണം ഓരോരോ സാരി കാണിച്ച് വരുമ്പോൾ അങ്ങനെ ടൈം എടുത്തതാണ് കേട്ടോ. ഇങ്ങനെയാണ് പല്ലു വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇതിനൊരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്. അവർക്കിത് പിന്നെ വാങ്ങിച്ച് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് അവർ കണ്ണും പൂട്ടി അവരത് എടുക്കും. അപ്പോൾ പുതിയതായിട്ട് വാങ്ങിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്കായിട്ടാണ് പറയുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. വിത്ത് ബോർഡറാണ്. വൺ സൈഡിൽ ഇതേപോലെ ബോർഡർ വരും കേട്ടോ. ഇതിന് ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടെയോ യെല്ലോ ബ്ലൗസിൻ്റെ കൂടെയും വേണമെങ്കിൽ പെയർ ചെയ്യാം. വിത്ത് ബ്ലൗസിൻ്റെ കൂടെയാണെങ്കിൽ സൂപ്പർബായിരിക്കും. ഇങ്ങനെയാണ്, ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിളാണ്. സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ബ്രീത്തബിളാണ് കേട്ടോ. നല്ല നമുക്ക് ഇതെടുത്താൽ ഇതിൻ്റെ പ്രത്യേകത സാരി ഉടുത്തൂന്നേ നമുക്ക് തോന്നില്ല. ഭയങ്കര കംഫർട്ടബിളാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ ഈ സാരിയിലാണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. അത്രയും കംഫർട്ടബിളായിരിക്കും. ഇങ്ങനെയാണ് വരുന്നത്. റേറ്റ് വരുന്നത് 1850. ഫ്രീ ഷിപ്പിംഗ് ആണ്. 1850 ഫ്രീ ഷിപ്പിംഗ്. ഇനി അടുത്ത സാരിയാണ്. അടുത്തത് സാരി നമ്പർ 2 ആണ്. ഇതേപോലെ ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു സാരിയാണ്. ഈ ഡിസൈൻസൊക്കെ നമ്മൾ മുന്നേയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ നിന്ന് നമുക്ക് ഈ സെയിം സാരികൾക്ക് ഒരുപാട് എൻക്വയറിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ റീസ്റ്റോക്ക് വന്നതാണ്. ഇതേപോലെ സാരി വരുന്നത് കണ്ടോ. ഇവിടെ ബ്ലാക്ക് വരും. ഇവിടെ ഒരു ലൈൻ പാറ്റേൺ വരുന്നുണ്ട്. പിന്നെ ലൈറ്റ് ഷെയ്ഡിൽ പല മൾട്ടിപ്പിൾ ഡിസൈൻസാണ്. എല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ക്ലാസ് ലുക്കായിരിക്കും. നല്ല ഒതുങ്ങി കംഫർട്ടബിളായിട്ട് കിടക്കുന്ന സാരിയാണ്. നമ്പർ 2 ആണ്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ എപ്പോഴും നമ്പർ കൂട്ടി എടുക്കുക കേട്ടോ. ഇതിലൊട്ടും സ്റ്റാർച്ച് ഇല്ല. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്. വിത്ത് ബോർഡറാണ്. എല്ലാം ഒരു ഡിസൈനർ ബ്ലൗസ് പീസായിട്ടാണ് വന്നിട്ടുള്ളത്. സാരികളും അങ്ങനെ തന്നെ കേട്ടോ, ഡിസൈനർ പീസായിട്ടാണ് വന്നിട്ടുള്ളത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 1850. ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 3 ആണ്. ഇതേപോലെ കേട്ടോ, ഒരു മെറൂൺ
ബ്രൗണിഷ് ബ്രൗൺ കളറാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനുമാണ്. ബോർഡേഴ്സും അതെ. ഇത് കൊടുത്ത് വരുമ്പോഴാണ് കേട്ടോ എൻ്റെ കറക്റ്റ് ഭംഗി അറിയുക. പല്ലു ഇതേപോലെയാണ്. ഡെയിലി കോട്ടാഡോറിയ സാരിക്കായിട്ട് എൻക്വയറി ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കണു. ഇതേപോലെ ബ്ലൗസ് പീസ് വരിക. ഇത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്ത് ഇതിന് സിമ്പിൾ ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ വരുന്ന സാരി. റേറ്റ് വരുന്നത് 1850, 1850 കേട്ടോ. പിന്നെ ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് സാരി ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം അവർ പുല്ലിലും മണ്ണിലും ടെറസിലും ഒക്കെ ഇട്ടിട്ടാണ് ഉണക്കിയെടുക്കുന്നത്, ഡ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞ് ഡസ്റ്റ് പാർട്ടിക്കിൾസും ഗ്രാസ് പാർട്ടിക്കിൾസും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിങ്ങനെ തട്ടിക്കളഞ്ഞെടുത്താൽ മതി. പിന്നെ വാഷ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്കായിട്ടാണ് പറയുന്നത് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇനി അടുത്ത സാരി കാണാം. ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ബോർഡേഴ്സ് വരുന്നുണ്ട്. വൺ സൈഡിൽ ഇതേപോലെ സിമ്പിൾ ബോർഡർ വരുന്നുണ്ട്. ഇതിൽ ഏതാ ബോർഡർ നമുക്ക് സ്ലീവ്സിൽ വെക്കേണ്ടതെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാം കേട്ടോ. അടുത്തത് സാരി നമ്പർ 4 ആണ്. ഇതേപോലത്തെ പാറ്റേണിന് നല്ല ഡിമാൻഡാണ്. ഈ ഒരു ബ്ലാക്കും പല പല മൾട്ടിപ്പിൾ ബ്ലോക്ക് പ്രിൻറ്റും വരുന്ന പാറ്റേൺ. ഇത് ഉടുത്ത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കേട്ടോ. നല്ല ഡിസൈനർ പീസായിട്ടാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് കേട്ടോ. ഒരു സെക്ഷൻ ഇങ്ങനെ, പിന്നെ ഒരു സെക്ഷൻ ഈ ഒരു ഡിസൈൻ, പിന്നെ വീണ്ടും ഒരു സിഗ്സാഗ് പാറ്റേൺ, പിന്നെ ഇങ്ങനെ വരും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. ഞൊറിഞ്ഞു കൊടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. പല്ലു ഇതേപോലെ കേട്ടോ. മൾട്ടിപ്പിൾ കളേഴ്സിൽ മൾട്ടിപ്പിൾ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് വരുന്നത്. പല്ലുവിലൊക്കെ ആ ഒരു കുഞ്ഞ് സെറി ലൈൻ പോകുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് ഇതേപോലെ കേട്ടോ. ഇത് ലൈനിങ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അറിയുക. ഇതിൻ്റെ കൂടെ ഈ സാരിയും കൂടി എടുക്കുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ബ്ലാക്ക് കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടിയോ അല്ലെങ്കിൽ ഇതിലുള്ള ഒരു ബ്രൗൺ മെറൂൺ കളർ ബ്ലൗസിൻ്റെ കൂടിയോ ഒക്കെ വെയർ ചെയ്താൽ നല്ലതായിരിക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീസാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ്. അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. റേറ്റ് 1850, ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ബ്ലാക്കിലുള്ള കോട്ടാഡോറിയയ്ക്ക് ഒരുപാട് എൻക്വയറിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതലും നമ്മൾ ബ്ലാക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഇതേപോലെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡേഴ്സാണ്. ലോവർ ബോർഡർ ഇതേപോലെ ഇത്തിരി ബ്രോഡായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേണിലാണ്. പല്ലു ഇതേപോലെ നല്ലൊരു ക്ലാസ് സ്റ്റാൻഡേർഡ് ലുക്കാണ് കേട്ടോ വെയർ ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുക. ഇനി ഇതിൻ്റെ ബ്ലൗസ് അതിലും സൂപ്പർബാണ്. ഇതാ കണ്ടോ, ഇതേപോലത്തെ. ഇതൊന്നും നമുക്ക് അങ്ങനെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു പാറ്റേൺ അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈനിനൊക്കെ ഒരുപാട് ആവശ്യക്കാരാണ് കേട്ടോ. ഇതേപോലെ വരിക. വൺ സൈഡിൽ ഇങ്ങനെ ബോർഡർ വരും. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 1850, ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ നമ്മുടെ കോട്ടാഡോറിയ കളക്ഷൻ ഈ ഒരു 5 പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ കോട്ടൺ സിൽക്ക് സാരീസാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അത് കാണാം. അടുത്തത് സിൽക്ക് കോട്ടൺ സാരീസാണ്. ഇതൊരു ഗ്രീനാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ കളറാണ് കേട്ടോ. ഗ്രീനിൽ ഇതേപോലത്തെ ഡിസൈനാണ്. ഇത് വീവിങ് പാറ്റേണിൽ വരുന്ന സാരിയാണ്. പല്ലു വരുന്നത് ഇതേപോലെയാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ്. ഇങ്ങനെ വരും സാരി. ബോർഡർലെസ് ആണ്. ബോഡിയിലാണ് ഇതേപോലത്തെ ഒരു ബുട്ട വീവിങ് പാറ്റേൺ ആണ് വരുന്നത്. നല്ല സൂപ്പർബായിട്ടുള്ള സിൽക്ക് കോട്ടൺ ആണ്. നല്ല കോട്ടൺ ഫീലാണ്. നമുക്ക് ഉടുത്ത് വരുമ്പോൾ നല്ലൊരു കോട്ടൺ ഫീൽ കിട്ടും. കാണുമ്പോൾ ഒരു സിൽക്ക് സാരി ഫീലുമാണ് കേട്ടോ. ഇതേപോലെ പല്ലു വരുന്നത് നല്ലൊരു ഡീപ്പ് മെറൂൺ ആണ്. ഇതെല്ലാം വീവിങ് ആണ്, പ്രിൻ്റ് അല്ല. അതാണ് ഈ സാരിയുടെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതേപോലെ പ്ലെയിൻ ആയിട്ടാണ്. ആ ഒരു പല്ലുവിൻ്റെ കളറ് ഡീപ്പ് മെറൂൺ കളറാണ് ബ്ലൗസ് വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഗ്രീനും മെറൂണും കോമ്പിനേഷൻ കേട്ടോ. ഇപ്പോൾ വന്നിട്ടുള്ളത് 1450, 1450 കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഉടുക്കുന്ന ആ ഒരു ഭാഗത്ത് ഇങ്ങനെ അടുപ്പിച്ച് ബുട്ടാസ് വരും. പിന്നെ ബോഡി പോർഷനിലോട്ട് കടക്കുമ്പോൾ ഇങ്ങനെ ഇത്തിരി ഒരു ഗ്യാപ്പായിട്ടുള്ള ബുട്ട വീവിങ് വരും. അപ്പോൾ ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. വിത്ത് ടാസിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. കണ്ടോ,
നല്ല നമുക്ക് ഈ ഒരു സമ്മറിനെ ബീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് കേട്ടോ. ഉടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും. നമുക്കിത് ഓഫീസ് വെയർ ആയിട്ടും ഫങ്ഷൻ വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. കാരണം അതിനൊരു മെറ്റീരിയലിനൊരു റിച്ച് ലുക്ക് ഉണ്ട്. ഇങ്ങനെ വരിക. റേറ്റ് 1450. അടുത്തത് സാരി നമ്പർ 7 ആണ്. സെയിം മെറ്റീരിയൽ ഡിഫറെൻറ്റ് കളറിൽ ഡിഫറെൻറ്റ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ഇതേപോലെയാണ് കേട്ടോ. ഇതും വീവിങ്ങിലാണ് വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇതേപോലെ ഫ്ലോറൽ പാറ്റേൺ, ബോഡിയിൽ ഇതേപോലെ ഒരു മാംഗോ മോട്ടീവ് പോലെ വരുന്നുണ്ട്. ടെമ്പിൾ ഡിസൈനും വരുന്നുണ്ട്. എല്ലാം വീവിങ് ആണ്. പല്ലു ഗ്രീൻ കളറിലാണ്. ഇതാ കണ്ടോ, നമ്പർ 7 ആണ്. ഇതേപോലെ വരുന്നത്. പല്ലു ഒരു ലൈറ്റ് ഗ്രീനാണ്. അതിലിതാ എല്ലാം വീവിങ്ങിലാണ്. അത് നീറ്റായിട്ടുള്ള വീവിങ് ആണ് വന്നിട്ടുള്ളത്. ബ്ലൗസ് വരുന്നത് കോൺട്രാസ്റ്റ് ആ ഒരു ഗ്രീനാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇനി നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് വേണ്ടെങ്കിൽ ബോഡി കളറിൽ തന്നെ ബേസ് കളറിൽ ആ ഒരു മെറൂണിഷ് കളറിൽ നിങ്ങൾക്ക് ബ്ലൗസ് എടുത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. നമ്പർ 7 ആണ് കേട്ടോ. റേറ്റ് വരുന്നത് 1450, 1450. ഉടുത്ത നല്ല ഭംഗിയിൽ ഒതുങ്ങി കിടക്കുന്ന സാരിയാണ്. പിള്ളേരിൽ ഉടുക്കുമ്പോൾ ഇതേപോലെ വരിക കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 1450, 1450. അടുത്തത് ബ്ലാക്കിൽ വരുന്ന സാരിയാണ്. നമ്പർ 8 ആണ്. ഇതേപോലെ ഡിസൈൻ വരുന്നത് കേട്ടോ. കണ്ടോ, ബോഡിയിൽ ഫുൾ ഇതേപോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത്. ഇതും നല്ല വീവിങ് പാറ്റേണിൽ വരുന്ന സാരിയാണ്. സിൽക്ക് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. നമ്മൾ ഇവിടെ ഉടുക്കുന്ന ഭാഗത്താണ് അടുപ്പിച്ച് ഈ ഒരു ബൂട്ട പാറ്റേൺ വന്നിട്ടുള്ളത്. ബോഡി പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ ഗ്യാപ്പായിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത് കേട്ടോ. പല്ലു വരുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയുള്ള ഒരു വീവിങ് ഡിസൈൻ പാറ്റേൺ ആണ്. വിത്ത് ടാസിലാണ് വന്നിട്ടുള്ളത്. ബ്ലൗസ് പ്ലെയിൻ ആ ഒരു ബ്ലാക്ക് തന്നെയാണ് ബ്ലൗസ് വന്നിട്ടുള്ളത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. 1450, 1450 ആണ് കേട്ടോ. ഇത് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ എത്ര വട്ടം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിയില്ല. അത്രയും എൻക്വയറിയും അത്രയും നമ്മുടെ അടുത്ത് നിന്ന് സെയിലായിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ. നമ്പർ 9 ആണ്. വീണ്ടും ഇതൊരു കുറച്ചധികം പീസ് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര കൊണ്ടുവന്നുവെച്ചാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുന്നത്തെ വീഡിയോ ഒന്ന് കണ്ട് എൻക്വയറി വന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഒരു സംഭവമാണ് കേട്ടോ. എപ്പോഴും ഇത് വരുമ്പോൾ നമ്മൾ വീഡിയോ ഇടാറില്ല, അല്ലാതെ തന്നെ ഈ സാരി പോവാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ ഇതും സിൽക്ക് കോട്ടൺ ബേസിൽ തന്നെ ഈ ഒരു സ്ക്വയർ പാറ്റേൺ ആണ് ഇങ്ങനെ വരിക കേട്ടോ. ഇതേപോലെ ഇവിടെ ഇതേപോലെ സ്ക്വയർ പാറ്റേൺ വരും. ബോഡിയിലോട്ട് വരുമ്പോൾ ഇങ്ങനെ ഗ്യാപ്പായിട്ടുള്ള ഡിസൈനാണ്. പല്ലുവാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ്. വിത്ത് ടാസിൽ വരുന്നുണ്ട്. ബ്ലൗസ് നല്ല പ്ലെയിൻ ബ്ലാക്ക് സിൽക്ക് കോട്ടൺ ബ്ലൗസാണ്. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഈസ്റ്ററിനൊക്കെ ഇത് ഒരുപാട് സാരീസാണ് നമുക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ വരും സാരി. റേറ്റ് വരുന്നത് 1450 ആയിരുന്നു ഇന്നത്തെ വീഡിയോയിലത്തെ ലാസ്റ്റ് സാരി. അപ്പോൾ ഇന്ന് 2 ടൈപ്പ് സാരീസാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. 2 ടൈപ്പ് മെറ്റീരിയലിൽ പ്യുവർ കോട്ടാഡോറിയ സാരീസും പിന്നെ സിൽക്ക് കോട്ടണിൽ വരുന്ന സാരീസും. എല്ലാം ലിമിറ്റഡ് പീസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ എന്താണെന്നും അതിൻ്റെ പ്രത്യേകത എന്താണെന്നും മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.